عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. മുസ്ലിം ലീഗ് സംഘടിപ്പിക്കുന്ന ഐക്യദാർഢ്യ പ്രതിഷേധ റാലിയിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വർഷം 2023 നവംബർ മാസം മുഹമ്മദ് എന്ന പിഞ്ചു ബാലൻ പ്രഭാത സമയത്ത് എഴുന്നേറ്റ സാഹചര്യത്തില് തന്റെ ഉപ്പയും ഉമ്മയും ഇല്ലാത്ത, തന്റെ മാതാപിതാക്കളില്ലാത്ത, തന്റെ കുടുംബക്കാരില്ലാത്ത, തന്റെ കൂട്ടുകാരില്ലാത്ത, തന്റെ സഹോദരങ്ങളില്ലാത്ത ഒരു കലുഷിതമായ സാഹചര്യമാണ് കാണപ്പെടുന്നത്. ആ പിഞ്ചു ബാലന്റെ ഹൃദയത്തിൽ വേദനയുടെ, വിങ്ങലിന്റെ, വിരഹത്തിന്റെ, വേർപാടിന്റെ ആ ഒരു സാഹചര്യത്തിലൂടെ ഇങ്ങനെ ആ ഒരു പിഞ്ചു ബാലൻ ചോദിക്കുകയാണ്, ഞങ്ങളെന്താ മനുഷ്യരിലെയോ, ഞങ്ങൾക്കെന്താ ഇവിടെ ജീവിക്കണ്ടയോ, ഇത് ഞങ്ങളും കൂടി ലോകമല്ലയോ എന്ന് ആ പിഞ്ചുബാലന്റെ മനസ്സിൽ നിന്ന് ചോദിച്ചു പോവുകയാണ്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കണം, ഇന്ന് ഇസ്രായേൽ എന്ന കൊടും ക്രൂരമായിട്ടുള്ള രാജ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അറുതികൾക്കുള്ള മറുപടികള് നമ്മളാണ് കൊടുക്കേണ്ടത്. നാമായിട്ടുള്ള ജനത അതിന് എന്ത് ചെയ്യണം, നാമായിട്ടുള്ള ജനതയ്ക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, നമ്മുടെ പ്രതിഷേധം നമുക്ക് എങ്ങനെയാണ് അതിൽ അറിയിക്കാൻ വേണ്ടി സാധിക്കുക. പ്രിയമുള്ളവരെ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സൈനിസ്റ്റ് ലോബികളെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ അവരാദ്യമായിട്ട് കടന്നു വരുന്നത് 19-ാം നൂറ്റാണ്ടിൽ അവർ കടന്നു വരികയാണ്. ഒരു യഹൂദ രാഷ്ട്രമായിരുന്നു ആദ്യമുണ്ടായിരുന്ന ഒരു സാഹചര്യം. പിന്നീടാണ് ഫലസ്തീൻ അതിലേക്ക് കടന്നു വന്നത് എന്നാണ് അവരുടെ വാദം. അവരുന്നയിക്കുന്നത് 19-ാം നൂറ്റാണ്ടിൽ യഹൂദികൾ സ്ഥാപിച്ചിട്ടുള്ള ഒരു രാഷ്ട്രത്തെ പിന്നെ പൂർണ്ണമായിട്ടും ഫലസ്തീനുകൾ പിടിച്ചെടുത്തതാണ് എന്നുള്ള ഒരു രീതിയിലാണ് അവർ സംസാരിച്ചു വരുന്നത്. പ്രിയമുള്ളവരെ, വംശീയമായ രീതിയിലാണ് ആ സൈനിസ്റ്റ് ലോബികൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സൈനിസ്റ്റ് ലോബികളാണ് അമേരിക്കയിലെ സാമ്പത്തികമായ, മാധ്യമത്തിന്റെ, രാഷ്ട്രീയമായിട്ടുള്ള എല്ലാവിധ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഓരോ സൈനിസ്റ്റ് ലോബികളാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഫലസ്തീൻ എന്ന രാജ്യത്തെ ഇത്രമേൽ അടിച്ചമർത്താനും ഇത്രമേൽ ഇല്ലാതാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ഫലസ്തീനിലെ പിഞ്ചു ബാലന്മാരും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, 70,000-ത്തിലധികം അധികം ആളുകളെയാണ് ഈയിടെ കൊന്നൊടുക്കിയത്. പ്രിയമുള്ളവരെ, പൂർണ്ണമായിട്ടും പിഞ്ചു കുഞ്ഞുങ്ങൾ, സ്ത്രീകള്, മക്കള് എല്ലാവരെയും കൊന്നൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സൈനിസ്റ്റ് ലോബികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അറുതികൾ അവസാനിപ്പിക്കേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്ത് യുദ്ധങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ആ യുദ്ധങ്ങൾ ചിലപ്പോൾ നമ്മൾ വിജയിക്കും, ചിലപ്പോൾ അവർ വിജയിക്കും. പക്ഷെ ആ യുദ്ധത്തിന് ഒരു അന്തി വരാനുണ്ട്. ആ ഒരു സമയത്ത് ഇമാം മഹദി ഈസാ നബി അലൈഹിസ്സലാം കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സമയത്ത് മുസ്ലിമുകൾ വിജയം കരസ്ഥമാക്കുമെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അത് ആലോചിച്ച് നമുക്ക് സമാധാനിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെ ജനതയ്ക്ക് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാം.